ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ നട്ടപ്പാതിരയ്ക്ക് നമ്മൾ എങ്ങോട്ടാണ് ചീറിപ്പാഴി പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് പോയി. ഏകദേശം 9 മണി അടുപ്പിച്ചായി. 8:45 9 മണി അടുപ്പിച്ചായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലോട്ട് വരുന്ന ദിവസമായിരുന്നു. അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് ജൂൺ 26. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാ എന്തോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു. കുറച്ച് അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴയായിരുന്നു. റോഡ് ഇപ്പോഴും ഈ ഇവിടെ വെഞ്ഞാറമൂട് കഴിഞ്ഞ് പോത്തൻകുട ഏരിയയിലൊക്കെ മഴ ഇച്ചിരി കുറവായിരുന്നു. പക്ഷെ ഞങ്ങൾ കറക്റ്റ് തിരുവനന്തപുരത്തോട്ട് എത്തിയപ്പോഴത്തേക്കും അടമഴ, പെരുമഴയായിരുന്നു. റോഡ് കാണാൻ നിവൃത്തിയില്ലാത്ത മഴയായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. ആമി ആദ്യമായിട്ടാണ് വാപ്പിയെ കാണുന്നത്. അതായത് അവൾക്ക് കുഞ്ഞിലെ അവൾ 10 മാസമുള്ള സമയത്ത് പോയതാണ്. അപ്പം അതിന് ശേഷം ഓർമ്മയൊക്കെ വെച്ചതിന് ശേഷം അവൾ ആദ്യമായിട്ട് കാണുക. അല്ലാതെ അവൾ വീഡിയോ കോളിലും ഫോൺ വഴി ഫോട്ടോസൊക്കെ കണ്ടിട്ടുള്ളൂ. പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ വർഷത്തിൽ വരുമ്പോഴായിരിക്കുമല്ലേ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളായാലും കാണുന്നത്. അന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കലും കത്തെഴുതലും മാത്രം. അന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മളെങ്കിൽ പെട്ടേനെ. അങ്ങനെ ഏകദേശം ഞങ്ങൾ അകത്തോട്ട് എത്താറായപ്പോഴത്തേക്ക് മഴ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നല്ല കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ടെൻഷനുണ്ട്. 2 വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും ഏകദേശം ചെക്കിങ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നു. നമ്മൾ അങ്ങനെ നടന്നു പോവാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഓരോരുത്തർ വന്ന് കരച്ചിലും ബഹളും അതിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പൊക്കോണ്ടിരിക്കുന്ന ദൂരെ നിന്ന് നോക്കുമ്പോഴേക്കും അവിടെ വെളിയിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. നമ്മളെ കണ്ടില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ കണ്ട്. ആ സന്തോഷത്തിൽ ഞങ്ങൾ ഓടിച്ചാടിപ്പോയി. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത് ഇക്കടെ സഹോദരനാണ്, മൂത്തുമ്മയുടെ മോനാണ് ചേട്ടൻ. അങ്ങനെ ആമി വാപ്പിയെ നേരിട്ട് കണ്ട്. പക്ഷെ രക്ഷയില്ല, പോയില്ല. കുറച്ച് സമയം എടുത്ത് അവൾ പെട്ടെന്ന് കണ്ടപ്പോൾ അവളാകെ അങ്ങ് അന്തം വിട്ടു എന്നറിയില്ല. പിന്നെ അവൾ ചെന്ന് എടുത്ത്, എന്നാലും മിണ്ടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ആൾ വീട്ടിൽ എത്തിയപ്പോൾ ഓക്കെ ആയിട്ട്. ഇപ്പോൾ വാപ്പി ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ലഗേജൊക്കെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് അപ്പുറത്തോട്ട് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവുകയാണ്. മഴ പെയ്യുന്നതിന് മുമ്പ് വീട് എത്തിയാൽ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയിലോട്ടൊന്ന് നോക്കുന്നവർക്കും മതി എന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ വണ്ടിക്ക് വേണ്ടി കാത്ത് നിൽക്കുക. ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ആ എക്സിറ്റിൻ്റെ ഭാഗത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഒരു രക്ഷയില്ല, വെള്ളം. അങ്ങനത്തെ മഴയല്ലേ പെയ്യുന്നത്, ഒരു രക്ഷയില്ലാത്ത മഴ. എന്തു പറയാൻ, ഒരു ശമനമില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ. അങ്ങനെ ഞങ്ങൾ ഏകദേശം വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ഒരു 10 മണി അടുപ്പിച്ചായി. നമ്മൾ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് 10:15 ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ വീണ്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലുലു മോളുടെ ഫ്രണ്ടാണ്. നമ്മുടെ ലുലു മോൾ കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്